ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്ലൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഡി സാലറി എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 24/5/2023 ജോയിൻ ചെയ്ത ഒരാളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടും ബേസിക് പേ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം 18,000 രൂപയാണ് അല്ലേ? 18,000 രൂപയാണ്. ഇനി നമുക്കിവിടെ കാണാം എങ്ങനെയൊക്കെയാണ് ഇവിടെ ബ്രേക്ക് വരുന്നത് എന്നുള്ളത് അല്ലേ? ബേസിക് പേ 18,000, പിന്നെ DA ഉണ്ട്, അതുപോലെ തന്നെ ഹൗസ് റെൻ്റ് അലവൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്, ട്രാവലിംഗ് അലവൻസ് ഉണ്ട്, പിന്നെ കുറേ ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇൻ ഹാൻഡ് ഇവിടെ നമുക്ക് കാണാം, നോക്കാം, 31,749 രൂപയാണ്. അപ്പോൾ ഒരു ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അല്ലേ, ജോയിൻ ചെയ്ത ഉടനെ നമുക്ക് ഏകദേശം ഈ ഒരു എമൗണ്ട് ആണ് കിട്ടുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതുപോലെ തന്നെ അടുത്ത ഒരു സാലറി സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഡേറ്റ് ഓഫ് ജോയിനിങ് എന്ന് പറയുന്നത് 17/10/2019. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബേസിക് പേ എത്ര ആയിട്ടുണ്ട്, 22,400 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ബാക്കി DAയും അതുപോലെ തന്നെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം നോക്കുക 68,520 രൂപയാണ് കിട്ടുന്നത്. അല്ല, ഇത് ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഓരോ മാസം ഈ പറയുന്ന പോലെ നമ്മുടെ വർക്ക് എങ്ങനെയാണ്, നമ്മൾ പുറത്ത് ട്രാവൽ ചെയ്യുന്നുണ്ടോ, അങ്ങോട്ട് പോകുന്നുണ്ടോ അല്ലേ, അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന ട്രാവലിംഗ് അലവൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ഇത് പേ സ്ലിപ്പ് ഓഫ് ദ മന്ത് ഓഫ് സെപ്റ്റംബർ 2025 സാലറി സ്ലിപ്പാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരു മാസത്തെയും കൂടെ കിട്ടിയിട്ടുണ്ട്, ഓഗസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുക. നോക്കുക, അഗൈൻ 22,400 തന്നെയാണ് ബേസിക് പേ. അപ്പോൾ ആ മാസം അവരുടെ അക്കൗണ്ടിൽ കയറിയത് എത്രയാണ്? 48,502 രൂപയാണ്. റിക്കവറീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം 50 അടുപ്പിച്ചിട്ടാണ് അവർക്ക് സാലറി കിട്ടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 8th പേ കമ്മീഷൻ അല്ലേ, ജനുവരി 1 മുതൽ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ എംപ്ലോയീസിനൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൽ ഈ പറയുന്ന എത്ര എമൗണ്ട് ആണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ, ഭയങ്കരമായിട്ട് ഇല്ലെങ്കിൽ, അപ്പോൾ അങ്ങനെയൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ, യൂണിയൻസൊക്കെ 2.52 ഒക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ഇൻക്രിമെൻ്റാണ് ഉണ്ടാവുക. അപ്പോൾ എന്നാലും നമ്മൾ ഈ പറയുന്ന എല്ലാം ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ കൺസിഡർ ചെയ്തിട്ട് എത്രയാണ് കൃത്യമായിട്ട് വരിക എന്ന് നമുക്കത് വന്നാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു സാലറി നമുക്ക് ഗ്രൂപ്പ് ഡി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, ഒരു 31 സംതിങ് ആണല്ലോ ഇപ്പോൾ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുക അല്ലേ. 18 ബേസിക് പേയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏകദേശം ഇത്രയാണ് നമുക്ക് അക്കൗണ്ടിലോട്ട് വരിക. അപ്പോൾ അതെന്തായാലും ഒരു 40 അടുപ്പിച്ചുണ്ടാവുമെന്നൊക്കെ നമുക്ക് വിചാരിക്കാം. കാരണം എല്ലാത്തിലും ഈ പറയുന്ന DAയിൽ അല്ലെ, പുതിയ DA റീസെറ്റ് ചെയ്യും. ബട്ട് അഗൈൻ ഈ പറയുന്ന ഹൗസ് റെൻറ്റിൽ വ്യത്യാസം ഉണ്ടാവും, ഒരുപാട് ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും ഏത് സിറ്റി XYZ കാറ്റഗറിയിൽ വരുന്നതിനനുസരിച്ചിട്ട് അതിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നാലും നല്ല രീതിയിൽ നമുക്ക് അല്ലെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാലറി ഗ്രൂപ്പ് ഡി എക്സാമിൽ നിന്ന് കിട്ടുന്ന കാര്യമേ ഉള്ളൂ. ഇനി ഇത് മാത്രമാണോ ഇവിടെ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഭയങ്കരമായിട്ടുള്ള സാലറി ഒന്നും അല്ല. എന്നാൽ നമുക്കറിയാം ഗ്രൂപ്പ് ഡി എക്സാമിന് അത്യാവശ്യം പണിയൊക്കെ ഉണ്ട്. ഭയങ്കര പണിയില്ലാത്ത പരിപാടികളൊന്നും അല്ല. പണിയെടുക്കാൻ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവില്ല, ഗവൺമെൻറ് ജോലിയാണല്ലോ. എന്നാലും ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ അത്യാവശ്യം കുറച്ച് എന്താ പറയുക, ചിലപ്പോൾ വെയിലുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പണിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അല്ലേ, നമുക്ക് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമാണ്, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതുമാണല്ലോ. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഡിഗ്നിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജോലി ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അഭിമാനത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സാലറി കൂടാതെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക നിങ്ങൾ. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് കാലിയാവുന്നൊരവസ്ഥയാണല്ലേ. പക്ഷെ നമ്മൾ റെയിൽവേ എംപ്ലോയി ആവുമ്പോൾ എന്താണ് പ്രത്യേകത? റെയിൽവേ ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കംപ്ലീറ്റ് ആയിട്ട്, നമ്മുടെ മാത്രമല്ല നമ്മുടെ ഡിപ്പെൻഡൻസിൻ്റെയും അല്ലേ മെഡിക്കൽ കംപ്ലീറ്റ് ആയിട്ട് അവർ നോക്കിക്കോളും. അപ്പോൾ നമുക്ക് അതിലൊരു തലവേദനയില്ല. മാത്രമല്ല എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അല്ലേ, കുട്ടികൾക്ക് 2 കുട്ടികൾക്ക് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വർഷം ഈ പറയുന്നത് പോലെ പഠിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് 30,000 ആണ് തോന്നുന്നു ഇയർലി തരുന്നത് അല്ലേ. യൂണിഫോം അലവൻസ് എല്ലാ വർഷവും കിട്ടുന്നുണ്ട്.
പിന്നെ ദീപാവലി ബോണസ് കിട്ടുന്നുണ്ട്. അതുപോലെ നൈറ്റ് ഡ്യൂട്ടിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി അലവൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കാണിച്ചു. ട്രാവൽ ചെയ്യുമ്പോൾ അല്ലേ, ജോലിയുടെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവലിംഗ് അലവൻസ് കിട്ടുന്നുണ്ട് അല്ല. അപ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ ഉള്ള ജോലിയാകുമ്പോൾ അതിന് റിസ്ക് അലവൻസ് ഉണ്ട്. മാത്രമല്ല NPS അല്ലേ, പെൻഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ളൊരു സെക്യൂരിറ്റിയാണ് ഇന്ത്യൻ റെയിൽവേ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ ഇതൊക്കെ നല്ല ധാരാളമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അതിൽ തർക്കവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. എക്സാം ക്ലിയർ ചെയ്താലേ ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമുക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി വേണം. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ട അല്ലേ, അത് കൃത്യമാക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങളെ സഹായിക്കാനുള്ള നമ്മുടെ സൈലത്തിൻ്റെ ഏറ്റവും പുതിയ ബാച്ചാണ് RRB ഗ്രൂപ്പ് ഡി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാച്ചിൻ്റെ ഫീസ് 2999 രൂപയാണ്. വാലിഡിറ്റി ടിൽ എക്സാം വരെ നിങ്ങൾക്ക് കിട്ടും. എക്സാം വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ 2999 രൂപയ്ക്ക് ഇത് വേർത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം 300+ hours ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഡെയിലി 2 മുതൽ 3 ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ആഴ്ചയിൽ 6 ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ എല്ലാം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ലൈവിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഓരോ ഫാക്കൽറ്റികൾക്കും അവരുടെ ടെലിഗ്രാം ഹാൻഡിൽസ് ഉണ്ട്. നിങ്ങൾക്ക് അതിലും പറഞ്ഞ പോലെ ജോയിൻ ചെയ്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളിതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു പ്ലാനോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്ത് അല്ലേ, നമ്മുടെ പല ആൾക്കാരുടെയും സ്വപ്നമായിരിക്കും ഒരു ഗവൺമെൻറ് ജോലി, അതും ഇന്ത്യൻ റെയിൽവേയിൽ ജോലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ജേണി കുറച്ചുകൂടെ ഒന്ന് ഈസി ആക്കാൻ നിങ്ങളെ സഹായിക്കാനുള്ള ബാച്ചാണിത്. അപ്പോൾ എന്തായാലും അല്ലേ, നിങ്ങൾ നല്ല രീതിയിൽ ആലോചിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കൺസേൺസോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ജോയിൻ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇനി ലൈവ് ക്ലാസ്സുകളിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്. തരാം.